ഭരത്ചന്ദ്രനാണെന്ന്. ഭരത്ചന്ദ്രൻ എന്താ കുഴപ്പം? ഭരത്ചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര IPS-കാരനാണ് ഈ രാജ്യത്ത് നീതി നടത്തുന്നത് നിങ്ങൾ അന്വേഷിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, ഭരത്ചന്ദ്രൻ IAS-നെ മാതൃകയാക്കി പ്രവർത്തിക്കുന്ന എത്രയോ IPS ഉദ്യോഗസ്ഥന്മാര് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെന്ന്. കേരളത്തിൽ മാത്രമല്ല, ഈ സിനിമ കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭരത്ചന്ദ്രനെ പോലെ പ്രവർത്തിക്കുന്ന ധാരാളം IPS ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് അദ്ദേഹം ഊറ്റം കൊള്ളുന്നത്. നമുക്കറിയാം, ഭരത്ചന്ദ്രൻ IPS-നെ പോലെ ആരെങ്കിലും പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ 2 ആഴ്ച അദ്ദേഹം സർവീസിൽ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ, നമ്മുടെ സുരേഷ് ഗോപിയെ മുസൂറിയില് ഒരു പള്ളിക്കൂടമുണ്ട്, IPS-ഉം IAS-ഉം ഒക്കെ ജയിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന. അവിടെ ഒരു അധ്യാപകനായിട്ട് അദ്ദേഹത്തെ കൂടെ ഇൻഡക്ട് ചെയ്യുന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോട്. ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഇത് എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ 99% ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്ന് ഞാൻ ഈ നിമിഷവും പറയുന്നു. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങൾ എൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ എന്നെ കാണൂ. ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ആ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം നിങ്ങൾ നടത്തിക്കോളൂ. അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും. ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല. എന്നെ മനഃപൂർവ്വം വലിച്ചവേ. അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോ. പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവും. എന്റെ പേഴ്സണൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ is pure. Freedom of speech will be kept pure. Adante vaagdanam. But deflection of that idea, intent or speech cannot be accepted. I will not block you, but I will sway away from you or move away from you. Don't create that situation, please. It is my ardent request. ഈ രീതിയിലാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നതെങ്കിൽ നമ്മൾ തമ്മിൽ എപ്പോഴും വലിയൊരു അകലമുണ്ടായിരിക്കുമെന്ന് അത് സൂക്ഷിച്ചോണം. അത് അന്ന് തന്നെ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് മാരാർ ഭവനില് ഒരു സ്വീകരണത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം മലയാളി പത്രപ്രവർത്തകരെ പങ്കെടുപ്പിക്കാതെ ഒഴിവാക്കി നിർത്തി. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് മതി, അംഗ്രേസി മേം മതി, ഇനി മലയാളം മേം വേണ്ട. അങ്ങനെ മലയാളികളായ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതുപോലെ നിർഗളമായിട്ട് ഒഴുകുന്ന ഒരു ഭാഷയാണ്. കരതലാമലകം പോലെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും. മലയാളത്തിൽ വല്ലതും പറഞ്ഞാൽ ഇവന്മാര് അത് മുഴുവന് അതേപോലെ ഒപ്പിയെടുത്ത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കാണിക്കും. ഇതാകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് നാട്ടുകാർക്ക് അത്ര കണ്ടത് മനസ്സിലാകണമെന്നുമില്ല. അതാണ് മലയാളം മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്താൻ അദ്ദേഹം തയ്യാറായത്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കിപ്പോഴത്തെ ചെറുപ്പക്കാരായ തലമുറയോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയെ പിടക്കരുത്. അദ്ദേഹവുമായി ഒരു രഞ്ജിപ്പിൽ പോകുന്നതാവും നല്ലത്. ഒരു പൊത്തുവരത്തത്തിൽ അങ്ങനെ പോകുന്നതാണ് എല്ലാവർക്കും അഭികാമ്യം. കാരണം അദ്ദേഹത്തിന്റെ ഈ വിനോദ വിരുന്നുകൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക്